ഫാൻസിന് നിരന്തരം ആരാധകരെ നിരന്തരം വാഗ്ദാനങ്ങളും മോഹങ്ങളും ഒക്കെ നൽകി തേച്ചുകൊണ്ടിരിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന് അണ്ണാക്കിലടിച്ചു കൊടുത്തിരിക്കുകയാണ് GCD എന്നുള്ളത് പ്രത്യേകം എടുത്ത് പറയണം. സത്യം പറഞ്ഞാൽ ഇത് നമ്മൾ സങ്കടത്തോടു കൂടി പറയേണ്ടതൊക്കെ തന്നെയാണ്. പക്ഷേ ഈ ഒരു മാനേജ്മെൻറ്റിൻ്റെ തിരിച്ചടി എന്ന നിലയിൽ തിരിച്ചടിയാണെങ്കിൽ പോലും ഒരുപാട് പ്രശ്നങ്ങളും ആശങ്കകളും ഒക്കെ ഉയർത്തുന്നുണ്ട് എന്നുള്ളത് വേറെ കാര്യം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം മത്സരങ്ങൾ കൊച്ചിയിൽ വെച്ച് നടത്താൻ തീരുമാനമായതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സ്റ്റേഡിയത്തിൻ്റെ റെൻറ്റ് കുറവായിരുന്നു എന്നുള്ളതാണ്. 2 ലക്ഷം രൂപയായിരുന്നു ആദ്യത്തെ ടെൻഡർ അനുസരിച്ച് മത്സരങ്ങൾക്കുള്ള റെൻ്റായിട്ട് വരുന്നത്. പക്ഷേ ഇപ്പം GCDയുടെ ഗ്രേറ്റർ കൊച്ചി ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ യോഗത്തിൻ്റെ തീരുമാനത്തിന് ശേഷം അവർ തീരുമാനിച്ചിരിക്കുന്നത് 2 ലക്ഷം റെൻ്റൊന്നും പറ്റത്തില്ല, 4,20,000 രൂപയായിരിക്കണം മിനിമം റെൻറ്റ്. അത് കൊടുക്കാതെ മത്സരങ്ങൾ നടത്താൻ സമ്മതിക്കത്തില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് അവരെത്തിയിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ CEO ആയിട്ടുള്ള അഭിഷേക് ചാറ്റർജി കഴിഞ്ഞ ദിവസം തന്നെ ഭയങ്കര നഷ്ടമാണ്, മാങ്ങയാണ് തേങ്ങയാണ് എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് മെഴുകിയിട്ടുള്ള മനുഷ്യനായിരുന്നു. ആ മനുഷ്യൻ ഇനി ഈ എന്താ പറയുന്നത് സ്റ്റേഡിയത്തിൻ്റെ റെൻറ്റ് കൂട്ടിക്കഴിയുമ്പം ചിലവ് ഇരട്ടിയായിട്ട് വരും എന്നുള്ളത്, അതായത് സ്റ്റേഡിയത്തിൻ്റെ മേലുള്ള ചിലവ് ഇരട്ടിയായിട്ട് വരും എന്നുള്ളത് കൊണ്ട് ഇനി മത്സരം കളിക്കുമെന്ന് പോലും ആശങ്കയാണ്. സോ പ്രശ്നങ്ങൾ കളിക്കാതിരിക്കത്തില്ല, കളിച്ചില്ലെങ്കിൽ അവരെ ബാൻ ചെയ്യുമല്ലോ. സോ പ്രശ്നങ്ങൾ ഇങ്ങനെ നീണ്ടുകൊണ്ടിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിൽ.